സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം ദിഗംശരസഹസ്രേണ നിർഭാഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ദത്താവത് ബാധിസാക്ഷാത് ഗുരുഭവനപുരേ ഗന്ധവാക്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിലെ 51-ാമത്തെ ദശകം 6-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞത്. ഗളോദരേ വിപുലിത ഭഷ്മണാത്വയാ മഹോരഗേ ലുടതി നിരുദ്ധമാരുതേ ഋതംഭവാൻ വിദളിത കണ്ഠമണ്ഡലോ വിമോശയൻ പശുപശൂൻ വിനിതയോ. ഇവിടെ അതിരുചിര എന്ന വൃത്തമാണ്. ഗളത്തിൽ കഴുത്തിൽ ശ്വാസം മുട്ടി, അങ്ങനെ നിരുദ്ധമാരുതേ ശ്വാസം മുട്ടിയപ്പോൾ കണ്ഠം പിളർന്ന് ഭഗവാനും ഗോപന്മാരും പശുക്കളുമെല്ലാം പുറത്തേക്ക് വരികയും ചെയ്തു. ഇതുവരെയാണ് പറഞ്ഞത്. ക്ഷണം ദിവിത്വത് ഉപഗമാർത്ഥമാസ്ഥിതം മഹാസുരപ്രഭവമഹോ മഹോ മഹൽ വിനിർഗതേ ത്വയിതു നിലീനമഞ്ജസാം മപസ്ഥലേ നൃത അസോ ജഗത്സുര. മഹാസുരപ്രഭവം, അകാസുരനിൽ നിന്ന് പൊങ്ങിയ തേജസ്. മോക്ഷമാണ് കിട്ടിയത്. കാരണം ഭഗവാനെ അകത്താക്കിയിട്ട് ശരീരം വെടിഞ്ഞാൽ ആർക്കും മോക്ഷം. അവിടെ അകാസുരനാണോ വേറൊരാളാണോ എന്നൊന്നും ഭഗവാന് ഭേദമില്ല. മോക്ഷം കിട്ടി. ആ തേജസ് പരബ്രഹ്മത്തിൽ ലയിക്കുന്നത് കണ്ടു. തേജസ് തത് ഉപഗമാർത്ഥം, ഭഗവാനോട് വന്നു ചേരാൻ, ഭഗവാനോട് ചേരാൻ, ഉപഗമാർത്ഥം ഭഗവാനോട് വന്നു ചേരാൻ ആകാശത്ത് ദേവന്മാർ നോക്കി നിന്നു. അത് ഭഗവാനിൽ ലയിച്ചത് അവരെല്ലാം ആശ്ചര്യത്തോടു കൂടി കണ്ടു നിൽക്കുകയും ചെയ്തു. വിനിർഗതേ ത്വയി അഞ്ജസ. അതിനുശേഷം പാമ്പിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്ന നെന്തിരുവടിയിൽ ലയിച്ചു. ആ തേജസ് ലയിച്ചു എന്ന് പറയുകയാണ്. അഥോ നഭസ്ഥലേ സുരാ നനൃതു. ആകാശത്താവട്ടെ ദേവന്മാർ നൃത്തം ചെയ്യുകയും ചെയ്തു. ക്ഷണം ദിവിത്വതുപഗമാർത്ഥമാസ്ഥിതം. ഭഗവാനിൽ ചേരാനായി കൊണ്ട് പുറത്തേക്ക് വന്ന ലക്ഷ്യം എവിടേക്ക് ആവശ്യം ഭഗവാനിൽ ചേരലാണ്. മഹാസുരപ്രഭവ മഹോ മഹോ മഹൽ. ഭഗവാൻ മഹാസുരൻ്റെ തേജസ്. മോക്ഷം കിട്ടിയപ്പോഴേക്ക് അതിൻ്റെ കന്മഷങ്ങളൊക്കെ തീർന്നു, ആസുരത്വവും പോയി. അത് തേജസ്സായി മാറി. നോക്കൂ, ഒരു നിമിഷം കൊണ്ടേ ഭഗവാനുമായിട്ടുള്ള ചേർച്ച കൊണ്ട് അസുരൻ എവിടെ എത്തി? യോഗികൾക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. അതാണ് ഭഗവാന്റെ പ്രഭാവം. വിനിർഗതേ ത്വയിതു. ഭഗവാനിൽ ചേരാനായി കൊണ്ട് പുറത്തേക്ക് വന്ന ആ തേജസ് ഭഗവാനിൽ ലയിച്ചു. ത്വയിതു നിലീനമഞ്ജസ നഭസ്ഥലേ നൃതുരഥോ ജഗുസുര. ഇവിടെ മഹാസുരപ്രഭവ മഹോ മഹോ മഹൽ. 4 മഹ വാക്കുണ്ട് ആ വരിയിൽ കേട്ടോ. മഹാസുര, വലിയ അസുരൻ. വലിയ എന്നർത്ഥാണ് ആദ്യത്തെ മഹാസുരൻ. മഹാ അസുര, വലിയ അസുരൻ. അഹോ, ആശ്ചര്യത്തെ കാണിക്കുന്ന വാക്ക്. ഇൻ്റർജെക്ഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇൻ്റർജെക്ഷൻ. അഹോ, മഹോ. പിന്നത്തെ മഹോ ആണ്. അതെന്താ മഹോ? മഹോ മഹത്തു, തേജസ്സാകട്ടെ. മഹോ 3-ാമത്തെ മാസം തേജസ്സാണ്. മഹത് പറഞ്ഞാൽ വലിയ. മഹാസുര, വലിയ അസുരൻ. അതേ അർത്ഥം തന്നെയാണ് മഹത് മഹോ, 4-ാമത്തെ മഹത്വം വരിക. വലിയ തേജസ്. 2-ാമത്തെ മഹത്ത് ആശ്ചര്യദ്യോതകം. അഹോ. 3-ാമത്തെ മഹത് മഹോ തേജസ്. 4-ാമത്തെ മഹദ് വലിയ തേജസ്. മഹാസുരപ്രഭവ മഹോ മഹോ മഹത്. മഹാസുര, വലിയ അസുരൻ. പ്രഭവം, തേജസ്. അഹോ, ആശ്ചര്യം. മഹോ മഹത്, മഹത്തായിട്ടുള്ള തേജസ്. മഹോ മഹത് എന്ന മഹത് മഹ, വലിയ തേജസ്. വിനിർഗതേ, അങ്ങയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഭഗവാനിൽ ലയിച്ചു. ദേവന്മാർ
ഒരു മോക്ഷം കൂടി കണ്ടതിൽ ആനന്ദിച്ച് നൃത്തം ചെയ്യുകയും ചെയ്തു. സവിസ്മയേ കമലഭവാതിഭിസുരേർ അനുദ്രുതർത്തതനുഗത കുമാരകൈ ദിനേ പുനഃതരുണദശാമുപേയുഷി സ്വകേർഭവാൻ അതനുതഭോജനോത്സവം തദനു സവിസ്മയേ. അനന്തരം അത്ഭുതപ്പെട്ട കമലഭവാതിഭി, കമലഭവൻ ബ്രഹ്മാവ്, താമരയിൽ നിന്നുണ്ടായ ആളാര ബ്രഹ്മാവ്. കമലഭവാതിഭി ഭവൻ ഉണ്ടാവുകയാണല്ലോ. കമലഭവാതിഭി ബ്രഹ്മാവിനാലും മറ്റ് ദേവന്മാരും സുരൈഹി അനുദ്രുത പിന്തുടരപ്പെട്ടു. ബ്രഹ്മാവും ഉണ്ട്, കൂടെ ആ ദേവന്മാരും ഉണ്ട്. കുമാരകൈ ഗത ഗോപന്മാരോടുകൂടി പോയ അവിടുന്ന് ഭവാൻ പുന ദിനേ തരുണദശാമുപേക്ഷി, തരുണദശ ഉച്ചയായപ്പോൾ സ്വകൈ ഭോജനോത്സവം ഊണഴിക്കാൻ തീരുമാനിച്ചു. ഉച്ചയ്ക്കാണല്ലോ ഊണഴിക്കുക. സവിസ്മയേ കമലഭവാതിഭിസുരൈ ദേവന്മാരാലും ബ്രഹ്മാവാനാലും അത്ഭുതപ്പെട്ട് പിന്തുടരപ്പെട്ട് ഗോപന്മാരോടുകൂടി കുമാരകൈ ഗത കുമാരന്മാരോടുകൂടി പോയി, ഗോപന്മാരുടെ വരെ കൂട്ടിപ്പോയി. നേരം ഉച്ചയായി. അതാണ് തരുണദശ. ഒരു ദിവസത്തിൻ്റെ തരുണദശയാണ് അത്രേ ഉച്ച. വൈകുന്നേരമായ വൃദ്ധദശ ചെയ്യുന്ന, രാവിലെയായ ബാലദശ, ഉച്ചയ്ക്ക് തരുണദശ. ചുട്ടുപഴുത്താൻ സൂര്യൻ കത്തിക്കാളി നിൽക്കുന്ന താരുണ്യാണ്. ബാലദശയാണ് രാവിലെ, വാർദ്ധക്യദശയാണ് വൈകുന്നേരം. സൂര്യന് ശക്തി കുറയുമല്ലോ. ദിനേ പുനഃതരുണദശാം ഉപേക്ഷി നേരം ഉച്ചയായപ്പോൾ, അങ്ങനെ വളച്ചേട്ടി പറഞ്ഞു. സ്വകേർ ഭവാൻ അതനുത ഭോജനോത്സവം എല്ലാവരോടും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. ഒരു അസുരനെയും കൂടി കൊന്നല്ലോ. എങ്ങനെയൊക്കെയാ ഊണ് കഴിക്കണത് എന്നാണെങ്കിൽ വിഷാണികാം അപിമുരളി നിദംബകേ നിവേശയൻ കപളധരക്കരാംബുജേ പ്രകാശയൻ കളവചനൈ കുമാരകാൻ പുപോചിത ത്രിദശഗണേർ മുദാനുത. ഭാഗവത്തിലെ ശ്ലോകത്തിൽ അഭിപ്രവേണം ജഠരപടയോ ശിംഗവേ ത്രേച കക്ഷേ വാമേ പാണോ മധുർണകബളം തത്ബലാന്യങ്കുലീഷു തിഷ്ടന്മധ്യേ സ്വപരിതുകൃതോ ഹാസയന്നർമ്മഭിസ്വൈ സ്വർഗേ ലോകേ വിശതി ബുഭുജേ യജ്ഞബുക്പാലകേളി. ഭാഗവതം കേൾക്കണം എന്ന് ശുഗമഹർഷിക്ക് തോന്നിച്ച ശ്ലോകത്തിൽ ഒന്നാണ് ഇത്. ഇത് ഏതിലത്തെയാ? ഭാഗവതമാണ്. അയ്യോ അച്ഛാ, ഇത് എനിക്കൊന്ന് അറിയണമല്ലോ. ഭാഗവതം ഒന്ന് മനസ്സിലാക്കണം. അതിൽ എന്തൊക്കെയാണ് വേറെ ശ്ലോകങ്ങൾ ഇതേപോലെ ഉണ്ടാവുമോ? ഒക്കെ അതുപോലെ തന്നെയാണ്. പഞ്ചസാര ചാക്കിലത്തെ ഏത് പഞ്ചസാരയാണ് കൂടുതൽ നല്ലതെന്ന് പറയാൻ പറ്റുമോ? മധുരം. അങ്ങനത്തെ ശ്ലോകമാണ് ശുഗനെ ഇരുത്തിയാൻ പഠിപ്പിച്ചു വെച്ചത് വ്യാസൻ. അപ്പം അങ്ങനെ പ്രേരണ കൊടുത്ത ഒരു ശ്ലോകാത്ര ഇത്. ആരെയും ആകർഷിക്കും. ബിപ്രത് വേണും ഓടക്കുഴൽ വിഷാണികാമഭിമുരളി നിദംബകേ. ഓടക്കുഴൽ ഒക്കെ അരയിലിങ്ങനെ തിരുകിയിട്ടുണ്ട്. ഒന്നും താഴ്ത്ത് വെച്ചിട്ടില്ല ഊണയിക്കുമ്പോൾ. ഒക്കെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ജഠര പടയോ വയറിൻ്റെ ഉള്ളിൽ തിരുകിയിട്ട്, ഉള്ളിലല്ല കേട്ടോ, വയറിൻ്റെ ഇടയിൽ മടക്കിൻ്റെ ഇടയിൽ കൂടെ തിരുകിയിട്ട്, മഞ്ഞപ്പട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ കൂടെയാണ് തിരുക. ശൃംഗവേത്രേച കക്ഷേ. ശൃംഗം എന്ന് പറഞ്ഞാൽ കൊമ്പ്. എന്ത് കൊമ്പ്? പശുക്കളെയൊക്കെ ഇങ്ങനെ പേര് പറഞ്ഞ് വിളിക്കും. ഓരോ വിളി കേട്ടാലും അതാത് പശുക്കൾക്കറിയാം എന്നെയാണ്, അതിനെയാണ് വിളിക്കണത്. ഭഗവാന്റെ ഓരോ സൂത്രങ്ങളാണ്. അതാണ് അവിടെ ശൃംഗം. വേത്രം എന്ന് പറഞ്ഞാൽ വടി. പശുവിനെ ഇടയ്ക്കൊന്ന് പേടിപ്പിക്കേണ്ടി വരും, അതിലേ പറഞ്ഞാൽ കേൾക്കുള്ളൂ. അതാണല്ലോ. അടിക്കൊന്നുമില്ല, ഭഗവാൻ ഉപദ്രവിക്കില്ല, പേടിപ്പിക്കുക, അനുസരിക്കാൻ വേണ്ടിയിട്ടേ. വേത്രേ വടിയൊക്കെ കക്ഷത്ത് വെച്ച്, കക്ഷേ ശൃംഗവേത്രേച്ച കക്ഷേ കൊമ്പ വടി ഇതൊക്കെ കക്ഷത്ത് വെച്ച്, വാമേ പാണോ മർത്തൃണകബളം ഇടത്തെ കയ്യിൽ ചോറുരുള വെച്ച്, എന്നിട്ട് വേണമല്ലോ വലത്തെ കൈ കൊണ്ട് ഉണ്ണാൻ. ഇടത്തെ കൈ കൊണ്ട് ഉണ്ണരുത് എന്നാണ്. പക്ഷെ ഉരുളപ്പം അതിൽ വെക്കാനേ അവിടെ സൗകര്യമുള്ളൂ.
ഡൈനിങ് ടേബിൾ പോലെയുള്ള സൗകര്യമൊന്നും ഇല്ലല്ലോ കാട്ടിൽ. നിലത്തിരുന്നിട്ടും എല്ലാം ഉണ്ടണം, നിന്നിട്ടാ. അപ്പോൾ ഇടത്തെ കയ്യിൽ ചോറുരുള വെച്ച് പാമേ പാണോ, ഇടത്തെ കയ്യിൽ ചോറുരുള വെച്ച് മസൃണ കബളം, നല്ല ചോറുരുള ഉരുട്ടി വെച്ച് തത്ബലാന്യങ്കുലീഷു, കൊണ്ടാട്ടം വറുത്തുപ്പേരി മുതലായിട്ടതൊക്കെ വിരലിൻ്റെ ഇടയിലേ വെച്ചിരിക്കണം. കണ്ട് വയ്ക്കാൻ സമുചിതമായ പാത്രങ്ങളൊന്നുമില്ല. കുറച്ചൊരു പ്രാരബ്ധമാണെങ്കിലും അതൊരു രസമായിരുന്നു. ആസ്വദിച്ചു കൊണ്ട് തന്നെ അവർക്ക് വിഷമവും പ്രാരബ്ധവുമായിട്ട് തോന്നിയില്ല. തത്ബലാനി എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ, വറുത്തുപ്പേരിയോ പുളിയഞ്ചിയോ ചമ്മന്തിയോ എന്തൊക്കെയെന്ന് വെച്ചാൽ അതൊക്കെ തത്ബലാന്യ അങ്കുലീഷു, അതൊക്കെ സാധിക്കണ വിധം വിരലിൻ്റെ ഇടയിൽ അങ്ങനെ തിരികിയിട്ടും, കൈപ്പൊക്കെ കൊണ്ടാട്ടൊക്കെ മോതിരം ഇടുന്ന പോലെ ഇട്ടിട്ടും, ചിലത് തൂക്കിയിട്ടും, പാത്രത്തിൻ്റെ കഴുത്തിലൊരു കെട്ട് കിട്ടും, ഒരു കെട്ട് വീണ്ടും കിട്ടും തൂക്കി പിടിക്കാനേ. അങ്ങനെയൊക്കെയാണ് തത്ബലാന്യ അങ്കുലീഷു. ചിലതൊക്കെ വിരലിൻ്റെ ഇടയിൽ വെച്ചിട്ടും തിഷ്ടൻ മധ്യേസപരിസുകൃതോ, തൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഗോപന്മാരോട് അവരുടെ നടുവിലങ്ങനെ നിൽക്കുകയാണ് ഭഗവാൻ. ഹാസയൻ നർമ്മവിശ്രീ, തമാശകളൊക്കെ അങ്ങനെ പറഞ്ഞ്. കണ്ട സ്വർഗേ ലോകേ മിഷതി ബുഭുജേ, ആരാണ് ഈ ഭക്ഷണം കഴിക്കുന്നത് പ്രാകൃതമായിട്ട്? സ്വർഗലോകത്തിൽ യജ്ഞം കൊടുത്താൽ സ്വീകരിക്കേണ്ട ആളാണ് ഭഗവാൻ. യജ്ഞത്തിൽ മന്ത്രം ചൊല്ലി ഹവിസ് സമർപ്പിച്ച് സ്വീകരിക്കേണ്ട ആളാണ് ഈ ചോറുള്ള കഴിക്കുന്നത്. അങ്ങനെ തമാശയും പറഞ്ഞ് സാധാരണ ഊണ് കഴിക്കണ മായാഭാവം അതിനെ ആശ്രയിച്ച് കണ്ടാൽ തോന്നുത്രേ സ്വർഗലോകത്തിൽ ഊണ് കഴിക്കണേക്കാട്ടിലും ഭഗവാന് ഇഷ്ടം ദേവന്മാർ കൊടുക്കുന്ന യജ്ഞങ്ങൾ, അല്ലെങ്കിൽ യജ്ഞം ചെയ്യണവർ ദേവന്മാരല്ലാത്തവർക്ക് യജ്ഞം ചെയ്യാമല്ലോ, അതിനേക്കാൾ സുഖമായിട്ടാണ് ഈ ചോറ് ഭഗവാൻ ഊണ് കഴിക്കണത്. സ്വർഗേ ലോകേ മിഷതി ബുഭുജേ യജ്ഞബുക്ക് ബാലകേളി, എന്നാണ് അവിടെ യജ്ഞബുക്ക് എന്നുള്ള വാക്ക് വന്നത്. യജ്ഞബുക്ക് യജ്ഞസാധന, ജ്ഞാണ്ടകൃത് യജ്ഞകുക്യമന്നമന്നാദ ഏവച. സഹസ്രനാമത്തിലൊക്കെ യജ്ഞത്തിനെ ചേർത്തിട്ട് അല്ലേ യജ്ഞത്തിനെ അവസാനിപ്പിക്കുന്നതും യജ്ഞബുക്ക്, യജ്ഞം ഭക്ഷിക്കുന്നതും സ്വീകരിക്കുന്നതും. യജ്ഞബുക്ക്, ബുക്ക് എന്ന് പറഞ്ഞാൽ അവിടെ സ്വീകരിക്കുകയാണ്. യജ്ഞമായിട്ടുള്ളതും യജ്ഞത്തിലത്തെ അന്നമായിട്ടുള്ളതും എല്ലാം ഭഗവാനെ അവിടുന്നല്ലേ. അപ്പോൾ ആ സ്വർഗത്തിലിരിക്കുന്ന സുഖത്തേക്കാൾ സുഖം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്ന് തോന്നും എന്നാണ്. ആ ശ്ലോകത്തിൻ്റെ അനുകരണമാണ് ഇവിടെ. വിഷാണികാം അഭി, കൊമ്പും ഓടക്കൊള്ള അരയിൽ തിരുകി മുരളിയും നിദംബം, അരക്കെട്ടിൻ്റെ ഇടയ്ക്കാണ് തിരുകി. നിവേശയൻ കപളധരക്കരാംബുജേ, കൈത്താമരയിൽ, താമര പോലത്തെ കൈകളിൽ ചോറുള്ള വെച്ച് പ്രകാശയൻ കളവശനെ കുമാരകാൻ, കുട്ടികളോട് തമാശയെല്ലാം അത്യാവശ്യം പറഞ്ഞ്. സാധാരണ ഊണ് കഴിക്കുമ്പം മിണ്ടാൻ പാടില്ല എന്നാണ് കേട്ടോ, കാരണം അത് തൊണ്ടയിൽ കുടുങ്ങിയാൽ വലിയ അപകടം വരെ. ശാസ്ത്രീയമാണ്, ആത്മീയമൊന്നുമല്ല. ഒരു വറ്റോ മറ്റോ കുടുങ്ങി ശരിയല്ലാത്ത രീതിയിലേക്ക് പോയാൽ മരണം വരെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഊണ് കഴിക്കുമ്പോൾ വർത്തമാനം പറയരുത്. പണ്ട് അങ്ങനെ ഒരു നിയമമാണ്. ഇവിടെ ഇപ്പം അതൊന്നും നോക്കിയില്ല ഭഗവാൻ. പ്രകാശയൻ കളവശനൈ കുമാരകാൻ, ഭഗവാനാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഭഗവാന് പേടിക്കാണ്ടോ. ബുഭൂചിത ത്രിദശ ഗണൈർമുദ അനുദ, 33 കോടി ദേവതകളും കണ്ടിരിക്കെ. 33 കോടി എന്നൊക്കെ പറഞ്ഞാൽ 33 കോടി അത്രയൊന്നും ഇല്ല കേട്ടോ. 11 ആദിത്യന്മാർ, 12 ആദിത്യന്മാർ, ഏകാദശ രുദ്രന്മാർ. എത്രയായി? 12ഉം 10ഉം 22, 23 ഇല്ലേ? ഈ 33ലേക്കുള്ള 10 എത്രണ്ടു? അഷ്ടവസുക്കൾ, അതാണ് 8. അപ്പോൾ 23, 8, 31. ഈ രണ്ടും കൂടി ഉണ്ട് അശ്വനി ദേവതകളും. അതാണ് 33 കോടി എന്ന് പറഞ്ഞാൽ അവിടെ പദവിയാണ്. കോടി എന്ന ക്രോർ എന്ന സംഖ്യയല്ല. അപ്പോൾ 33 കോടി എന്ന് പറഞ്ഞാൽ 33 ദേവതകളാണ് അവിടെ പറയണത്. ത്രിദശ ഗണയേർ മുദ അനുദ, അവരാൽ സ്തുതിക്കപ്പെട്ട് ഭഗവാൻ വനഭോജനം നടത്തി എന്ന് പറയാണ്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.